എക്കോ ഫ്രം ദ ഇൻഫിനിറ്റ് ക്രോണിക്കിൾസ് ഓഫ് കുര്യച്ചൻ. ആക്ച്വലി അങ്ങനെ തന്നെയാണോ ഈ ഫിലിം കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത്? ദ റിവഞ്ച് ഓഫ് മ്ലാത്തിച്ചാടത്തി എന്നാണ് എനിക്ക് അവസാനമായിട്ട് മാറി തോന്നിയത് കേട്ടോ. അങ്ങനെ സ്ക്രിപ്റ്റിലൂടെ നമ്മൾ ഈ കാട്ടിലേക്ക് ഇറക്കിയിട്ട് നമ്മൾ തന്നെ ഇറങ്ങി കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ചെയ്തിരിക്കുന്നത്. സ്ക്രിപ്റ്റ് റൈറ്ററും അതുപോലെ തന്നെ ക്യാമറമാനായിട്ടുള്ള ബാഹുൽ രമേശിൻ്റെയും ഡയറക്ടറായ ദിൽജിത്ത് അയ്യത്തിൻ്റെയും കൂട്ടുകെട്ടിലെ മിസ്റ്റീരിയസ് ത്രില്ലറായിട്ടുള്ള കിഷ്കിന്ദ കാന്തത്തിന് ശേഷമുള്ള ഫിലിമാണ് എക്കോ. ഈ കൂട്ടുകെട്ടിൽ പിറന്ന എനിമൽ ട്രയോളജിയിലെ ദ ഫൈനൽ ചാപ്റ്റർ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും എഡിറ്റിംഗ് ആയാലും സ്ക്രീൻ പ്ലേ ആയാലും മികവുകൾ മുന്നിട്ട് നിൽക്കുന്ന ഒന്നാണ് കേട്ടോ. ആൻഡ് കാസ്റ്റിങ്ങിനെ പറ്റിയിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്ലാത്തി ചേർത്തിയുടെയാണ്. മിയാന മോമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറാണ് മ്ലാത്തി ചേച്ചീനെ ചെയ്തിട്ടുള്ളത്. ആളൊരു ആക്ടറല്ല, ആൾക്ക് മലയാളം അറിയില്ല, എന്നിട്ടും അവർ പ്ലേ ചെയ്തിരിക്കുന്ന ലെവല്, അവർ നോക്കുന്ന ഒരു നോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അവരെത്രത്തോളം കഴിവുള്ള ഒരു സ്ത്രീയാണെന്നുള്ളത്. 70 വയസ്സായ ഒരു സ്ത്രീയാണത്. ആ ഈ ഒരു വയസ്സിൽ അവർ ചെയ്യുന്ന ഈ ഒരു അഭിനയത്തിന് നമുക്ക് എത്ര പ്രശംസിച്ചാലും മതിയാവാത്ത അത്രത്തോളം ഉണ്ട്. പടക്കളത്തിലൂടെ സുപരിചിതനായ സന്ദീപും ഇതിലൊരു വലിയ മെയിനായിട്ടുള്ള റോള് അയാൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അവൻ്റെ ക്യാരക്ടർ ഒരു വാവ് ഫാക്ടറൊന്നും തന്നിട്ടില്ലെങ്കിലും ചെക്കൻ ഒരേ പൊളിയായിട്ട് തന്നെയാണ് അഭിനയിച്ചേക്കുന്നത്. അവന് കൊടുത്തിട്ടുള്ള ക്യാരക്ടർ നന്നായിട്ട് തന്നെ അവൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നരേൻ്റെ ക്യാരക്ടർ ആയാലും ബിനു പപ്പുവിൻ്റെ ക്യാരക്ടർ ആയാലും അപ്പുണ്ണിയായിട്ട് അഭിനയിച്ചിട്ടുള്ള അശോകൻ്റെ ക്യാരക്ടറായിട്ടും എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആക്ട് ചെയ്തിട്ട് അടിപൊളിയാക്കി തന്നിട്ടുണ്ട് ഈ ഫിലിം. ഇപ്പം ഇറങ്ങുന്ന പടങ്ങളുടെ പ്രത്യേകത ആണോ അതോ പണ്ട് ഞാനിതൊന്നും ശ്രദ്ധിക്കാണ്ടാണോ എന്നറിയില്ല, സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങുമ്പോൾ കുറച്ച് ചോദ്യങ്ങൾ മനസ്സിലുണ്ടാവും. സത്യത്തിൽ ഓരോ പടത്തിന്റെ വിജയം ഈ ചോദ്യങ്ങളുടെ പ്രാപ്തി അനുസരിച്ച് തന്നെയാണ്. അങ്ങനെ എൻ്റെ മനസ്സിലും കുറച്ച് പ്രേക്ഷകരുടെ കമൻസിൽ കണ്ട കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ അവലോകനമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ പറയുന്നു, സിനിമ കാണാത്തവരാണെങ്കിൽ ഇതിലെ വിഷ്വൽസും അതുപോലെ പറയുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സ്പോയിലർ അലേർട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. ഫസ്റ്റത്തെ പോയിന്റ്, മീനിങ് ഓഫ് ദ ടൈറ്റിൽ എക്കോ. എക്കോ എന്ന് പറയുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്നത് എക്കോ അഥവാ പ്രതിധ്വനി അല്ലെങ്കിൽ മറ്റേ എക്കോ സിസ്റ്റം അങ്ങനെയൊക്കെയാണ് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത്. അതായത് നമ്മൾ മലയാളികൾ കേട്ടിരിക്കുന്ന കുറച്ച് അർത്ഥങ്ങൾ ഇതൊക്കെ തന്നെയാണ്. എന്നാൽ ഈ എക്കോയ്ക്ക് പല അർത്ഥങ്ങളാണ് പല ഭാഷകളിലുള്ളത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് സാൻസ്ക്രിറ്റിലും ജപ്പാനീസിലും ഒക്കെ ദ വൺ എന്ന മീനിങ് ആണ് എക്കോയ്ക്കുള്ളത്. ഇന്തോനേഷ്യയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ചൈൽഡ് എന്നുള്ള മീനിങ് ആണ്. ഗ്രീക്കിലും ഇംഗ്ലീഷിലും എല്ലാം എക്കോ അതായത് പ്രതിധ്വനി എന്നുള്ള അർത്ഥം തന്നെയാണ് ഇതിന് വരുന്നത്. അതുപോലെ പല ലാംഗ്വേജിലും പല അർത്ഥങ്ങളാണ് ഇതിനുള്ളത്. ഫിലിമിൻ്റെ ഡയറക്ടറും റൈറ്ററും ഇൻ്റർവ്യൂവിൽ പറയുന്നത് പല ഭാഷയിലും പല അർത്ഥത്തിലുള്ള ഈ ഒരു പേര് തന്നെ നമുക്ക് ഈ ഫിലിമിന് ചേർക്കാമെന്നാണ്. ഓരോ അർത്ഥത്തിലും ഓരോ അവസ്ഥയിൽ നമുക്കിതിനെ പലതായിട്ട് താരതമ്യപ്പെടുത്താമെന്നും പറയുന്നുണ്ട് അവർ. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കഴിയുന്നത് വരെ ക്രോണിക്കിൾസ് ഓഫ് കുര്യച്ചൻ എന്ന് തന്നെയാണ് ഇതിന് പേരിട്ടിരുന്നത്. അവസാന സമയത്തേക്കാണ് ഇതിന് എക്കോ എന്നുള്ള പേരിലേക്ക് അവരെത്തിയത്. സിനിമയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് ഈ പേരിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്, ഏതൊക്കെ സാഹചര്യത്തിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ ഇത് കണക്റ്റ് ആവുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അടുത്തത് നമ്പർ 2, കാട്ടുകുന്നിലെ ഒറ്റപ്പെട്ട വീടിൻ്റെ നിഗൂഢതകൾ. ദ മിസ്റ്ററി ഹിൽ ഓഫ് കാട്ടുകുന്ന് എന്നാണ് ഈ സ്ഥലത്തെ അവർ പറയുന്നത്. അതിൽ കുര്യച്ചൻ ഇത്രയും ഒറ്റപ്പെട്ട സ്ഥലത്ത് എന്തിനു വീട് വെച്ച് അവിടെ മ്ലാത്തി ചേച്ചീനെ താമസിപ്പിച്ചു എന്ന് നോക്കുകയാണെങ്കിൽ സോയുടെ മുന്നത്തെ കഥ പറയുമ്പോൾ അവരുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട് ഹീറ്റിലുള്ള പെണ്ണിനെ ആയാലും നായേനെ ആണെങ്കിലും അടച്ചിട്ട് വളർത്തണമെന്ന്. അവർ താമസിക്കുന്ന സ്ഥലം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും അടുത്ത ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ പോലും ഒരു ജനവാസ മേഖലയില്ല. ശരിക്കും തളച്ചിട്ട അവസ്ഥയിൽ, അതായത് തുറങ്കലിലടച്ച അവസ്ഥയിൽ തന്നെയാണ് അവൾ അവിടെ ജീവിച്ചിരുന്നത്. ഇനി കാട്ടുകുന്നിലേക്ക് വരികയാണെങ്കിൽ അതേ സെയിം പാറ്റേണിലുള്ള സാമ്രാജ്യം തന്നെയാണ് അവിടെ കുര്യച്ചൻ മ്ലാത്തി ചേച്ചിക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം അങ്ങനെ അത്രയും ലോക്കാക്കി കൂട്ടിലടച്ച രീതിയിൽ ചുറ്റുവട്ടത്തൊന്നും ആരും ഇല്ലാത്ത രീതിയിൽ അങ്ങനെ ഒറ്റപ്പെട്ട് താമസിപ്പിക്കുക തന്നെയാണ് ചെയ്തേക്കുന്നത്. നമ്പർ 3, ഡെത്ത് ഓഫ് പോത്തൻ. പോത്തിന്റെ മരണം മ്ലാത്തി ചേച്ചിയുടെ പ്ലാനാണ്. പോത്തിനോട് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ലാത്ത മ്ലാത്തി ചേട്ടത്തി എന്തിനാണ് പോത്തിനെ കൊന്നത് എന്ന ചോദ്യത്തിനുള്ള ആൻസർ പിയൂസിനോട് കഥ പറയുന്ന സമയത്ത് പോത്തൻ പറയുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഏതോ ഒരു ഗുഹയിൽ അവനൊരു ഒളിസ്ഥലമുണ്ട് എന്ന് പറയുന്ന ഒരു വാക്ക്. തീർച്ചയായും പോത്തിനതറിയാം എന്ന് കുര്യച്ചൻ വഴി മ്ലാത്തി ചേട്ടത്തിക്കും അറിയാം. ബിക്കോസ് മ്ലാത്തിയുടെ ഹസ്ബൻഡ് മരിച്ചിട്ടില്ല എന്നുള്ളൊരു നുണയല്ലാതെ നിന്നോട് ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല എന്ന് കുര്യച്ചൻ മ്ലാത്തി ചേട്ടത്തിയോട് പറയുന്നുണ്ട്. ജയിലിൽ നിന്നിറങ്ങിയ പോത്തൻ കാട് കയറിയെന്ന് നായ്ക്കൾ വഴി മ്ലാത്തി ചേച്ചി അറിയുകയും തുടർന്ന് കുര്യച്ചനിലേക്ക് എത്തുമെന്ന് മനസ്സിലാക്കിയ മ്ലാത്തി ചേട്ടത്തി തന്നെയാണ് നായ്ക്കൾ വഴി പോത്തിനെ കൊല്ലുന്നത്. പിന്നെ അതുപോലെ തന്നെ നായ്ക്കൾ പ്രതിരോധിക്കുന്ന അവയെ കാലുകൊണ്ട് ചവിട്ടുന്നതും മുന്തിയിടുന്നതും സോയ് മലേഷ്യയിലുള്ള സമയത്ത് സെയിം വഴിയിലൂടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ അറിയാം ആ ഡോഗിൻ്റെ മാസ്റ്റർ ആരാണെന്നും എന്തിനാണ് പോത്തിനെ തീർത്തതെന്നും. നമ്പർ 4, ഹൂ ഈസ് പിയൂസ്. മ്ലാത്തി ചേട്ടിയെ നോക്കാൻ വരുന്ന പരിചാരകനായിട്ട് വരുന്ന ഒരു ഹോം നേഴ്സിനെ പോലെ വരുന്ന ഒരാളായിട്ടാണ് പിയൂസിനെ ചിത്രത്തിൽ കാണിക്കുന്നത്. പകുതിയോട് അടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അങ്ങനെയല്ല എന്നുള്ളത്.
ഒറിജിനൽ പിയൂസിന് പൈസ കൊടുത്തിട്ടാണ് അവനിവിടെ നിൽക്കുന്നതെന്നും അത് കുരിയേച്ചന് കണ്ടുപിടിക്കാനാണെന്നും നമുക്ക് തന്നെ ഒരു പകുതി കഴിയുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാവും. നരേൻ്റെ ക്യാരക്ടർ കാണിക്കുന്ന സമയത്ത് ഒരു തിയേറ്ററിലെ പേൾ വ്യൂ മർഡർ കേസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഡയറക്ടറിൻ്റെ അടുത്ത് നിന്ന് ജീവനാംശം വാങ്ങിയ മണികണ്ഠനെ പറ്റിയിട്ടും അതേ സ്ഥലത്ത് പറയുന്നുണ്ട്. ആ ആൾ തന്നെയാണ് നമ്മുടെ പിയൂസും എന്ന് നമുക്കിതിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കണക്ഷൻസ് കിട്ടും. തന്നെ എടുത്ത് വളർത്തിയ കുരിയച്ചനോടുള്ള കൂറിന് വേണ്ടി കുരിയച്ചൻ്റെ വളർത്തുനായരെ പോലെ നിൽക്കുന്ന, അല്ല വളർത്തുനായരെ അല്ല, കുരിയച്ചൻ എടുത്ത് വളർത്തിയ ആ ഒരു നന്ദിയോട് കൂടി നിൽക്കുന്ന സ്ഥാനത്താണ് ഇവിടെ മണികണ്ഠനെ കാണിക്കുന്നത്. അതുപോലെ മ്ലാത്തിച്ചേർത്തിയുടെ അടുത്തേക്ക് കുരിയച്ചൻ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് അവൻ അവിടെ അന്വേഷിക്കാമെന്നുള്ള വിചാരത്തിലും കൂടിയിട്ടാണ് പിയൂസ് അവിടെ വന്ന് നിൽക്കുന്നത്. നമ്പർ 5, നായ്ക്കൾ സോയനെ ആക്രമിച്ചതിൻ്റെ കാരണം. മനുഷ്യരെക്കാൾ വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള വർഗ്ഗമാണ് നായ്ക്കളുടെ. നമുക്കെല്ലാവർക്കും അത് അറിയാവുന്നതാണ്. സോയിയെ ആക്രമിക്കുന്ന സമയത്ത് സോയി കണ്ട കാഴ്ചകളാണ് റൈറ്റേഴ്സ് നമ്മളെ കാണിച്ചിരിക്കുന്നത്. അതായത് സോയി പറയുന്ന കാഴ്ചകളാണ്. ആ സമയത്ത് അവൾക്ക് മലയാളം അധികം മനസ്സിലാവുന്നില്ല. അവൾ പുറത്തേക്ക് ഇറങ്ങി അവരെ അധികം കാണുന്നില്ല. ഫസ്റ്റ് ആ സൗണ്ട് കേട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കുന്ന ആ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അവരുടെ അപ്പിയറൻസും അതുപോലെ തന്നെ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കി ആ ചതി മനസ്സിലായ നായ്ക്കൾ അവരെ എതിർത്തിട്ടും സോയി പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോഴാണ് അവളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നായ്ക്കൾ സോയിനെ ആക്രമിച്ചത്. അവളെ കടിച്ചിട്ട് തള്ളിയിട്ടത്. അവൾക്ക് അവിടുന്ന് എണീക്കാൻ പറ്റാണ്ട് അവിടെ കിടന്നു പോയാലും വേണ്ടില്ല, അവൾ പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ള രീതിയിൽ, അതായത് തൻ്റെ ഉടമസ്ഥനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ഒരു മനസ്സുള്ളത് കൊണ്ട് മാത്രമാണ് ഉടമസ്ഥനായാലും അവളെ കടിച്ചിട്ട് അവിടെ ഇരുത്തിയത്. ഈ നായകളെ എല്ലാം പരിപാലിച്ചതും വളർത്തിയതും സോയയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്നേഹവും കൂറും സോയയുടെ അടുത്ത് തന്നെയാണ് നായ്ക്കൾക്ക്. മാസത്തിലോ 2 മാസത്തിലോ ഒരിക്കൽ വരുന്ന സോയയുടെ ഹസ്ബൻഡിനേക്കാളും സോയിനോട് തന്നെയാണ് നായ്ക്കൾക്ക് കൂടുതൽ അടുപ്പം ഉണ്ടാവുക. അതുകൊണ്ടാണ് അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ തടഞ്ഞത്. നമ്പർ 6, അബൌട്ട് ദ ഡോഗ് ബ്രീഡ്. ഈ ഫിലിമിൽ എല്ലാവരും ത്രില്ലടിച്ച് കണ്ട നായവർഗ്ഗമാണ് ടെലോമിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നായവർഗ്ഗം. മലേഷ്യയിലെ കാടുകളിൽ കാണുന്ന ടെലോമിയൻ എന്ന ബ്രീഡിലുള്ള നായ്ക്കളാണിവ. വേട്ടപ്പട്ടിയായിട്ടും അതുപോലെ പ്രൊട്ടക്ഷൻ ഡോഗായിട്ടും അവർ വളർത്തി വരുന്ന ഡോഗാണിത്. വൺ മാസ്റ്റർ ഡോഗായവർ മറ്റു മനുഷ്യരോടും മറ്റു മൃഗങ്ങളോടും ഒന്നും ഇണങ്ങാത്തതാണ്. മലേഷ്യയിലെ ആദിവാസി വിഭാഗമായ ഓറം ആസ്ലി വിഭാഗത്തിൽ കൂടെയുള്ള ആൾക്കാരുടെ കൂടെയാണ് ഇവർ ജീവിച്ചു വന്നിരുന്നത്. പുലിയെയും സിംഹത്തെയും വരെ ഇവ കൂട്ടമായി ആക്രമിച്ച് കീഴ്പ്പെടുത്തും. എന്ത് അപകടം സംഭവിച്ചാലും തൻ്റെ യജമാനു വേണ്ടി പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരേ ഒരു ലക്ഷ്യം. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും അപൂർവമായ നായവംശങ്ങളിൽ ഒന്നാണ് ടെലോമിയൻ. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പ്യുവർ ബ്രീഡിനെ അന്വേഷിച്ചിട്ട് മലേഷ്യയിലേക്ക് പോത്തനും കുരിയച്ചനും കൂടി എത്തുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന ഈ നായവർഗ്ഗങ്ങൾ മലേഷ്യക്ക് പുറത്ത് എവിടെയും തന്നെ ഇല്ല. ഈ ഫിലിമിൽ കാണിച്ചിട്ടുള്ള ഡോഗ് കാണാൻ നാടൻ പട്ടികളെ പോലെയാണ് തോന്നുന്നതെങ്കിലും വേട്ടപ്പട്ടികളിൽ 1-ാം സ്ഥാനത്ത് തന്നെ നിർത്താവുന്ന വൺ മാസ്റ്റർ ഡോഗായിട്ടുള്ള കോംബെ ഡോഗാണ്. അതായത് നമ്മുടെ തമിഴ്നാടുള്ള കോംബെ ഡോഗിനെയാണ് ഈ ഫിലിമിൽ കാണിച്ചേക്കുന്നത്. അവർ തേടി പോകുന്നത് ഈ ഡോഗിനല്ല, പക്ഷേ ഈ ഫിലിമിൽ കാണിച്ചേക്കുന്നത് ഈ കോംബെ ഡോഗിനെയാണ്. നമ്പർ 6, വേർ ഈസ് കുരിയച്ചൻ. സിനിമയുടെ അവസാനത്തിൽ ക്ലൈമാക്സിൻ വരെ കുരിയച്ചൻ ജീവനോടുണ്ടോ എന്നുള്ളതിൽ എനിക്ക് വലിയ ഉറപ്പൊന്നും ഉണ്ടായിട്ടില്ല. 6 മാസം കൂടുമ്പോൾ അപ്പുണ്ണി അയക്കുന്ന കത്തുകൾ കുരിയച്ചൻ അവിടെ കൊടുത്തയച്ചിട്ടുള്ള കത്തുകളാണെന്ന് കൂടിയും പറഞ്ഞപ്പോൾ അത് ആൾ മരിച്ചിട്ടുണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ അവസാന ഭാഗത്തിൽ കാണിക്കുന്ന മുളപ്പാത്രത്തിൽ നൽകിയ ചോറിൻ്റെ അവശിഷ്ടവും മ്ലാത്തിച്ചേർത്തിയുടെ ബൈനോക്കുലർ യൂസ് ചെയ്തിട്ടുള്ള ഒറ്റ പോയിന്റിലേക്കുള്ള നോട്ടവും കുരിയച്ചൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മ്ലാത്തിച്ചേർത്തി ഒരിക്കലും കുരിയച്ചനെ കൊല്ലുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം സോയിനോട് ചെയ്ത രീതിയിൽ തന്നെയാണ് കുരിയച്ചനെയും സോയി തടവിലാക്കി വെച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അവളുടെ പ്രതികാരം അതേ രീതിയിൽ 6 വർഷങ്ങളായിട്ട് അവൾ നിലനിർത്തുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്പർ 8, നരേൻ ആരാണ്? നേവി ഓഫീസറോ അതോ ഡിവൈഎസ്പിയോ? 6 വർഷമായിട്ട് സസ്പെൻഷനിലായ നേവി ഓഫീസറായിട്ടാണ് നരേൻ വരുന്നത്. പക്ഷേ 1-2 കാര്യങ്ങളിൽ നമുക്ക് നരേനെ ഡിവൈഎസ്പി ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റത്തെ കാര്യം, 6 വർഷമായിട്ട് ഒരിക്കലും ഒരു ഓഫീസർക്കും സസ്പെൻഷൻ കിട്ടില്ല. ഒന്നെങ്കിൽ റിസൈൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആൾക്ക് കിട്ടിയത് ഡിസ്മിഷൻ ആയിരിക്കും. പിന്നെ ഡിവൈഎസ്പി കാറിൽ പോകുമ്പോൾ ആളുടെ ഷൂസ് കാണിക്കുന്ന ഒരു ഭാഗമുണ്ട്. അയാളുടെ കാലിൽ പോലീസുകാർ യൂസ് ചെയ്യുന്ന ബ്രൗൺ കളർ ഷൂസാണ് കാണിക്കുന്നത്. കുരിയച്ചൻ അപ്പുണ്ണിയോട് സംസാരിക്കുന്ന സീനിലാണെന്ന് വെച്ച് കഴിഞ്ഞാലും അപ്പുണ്ണി ഡിവൈഎസ്പി സഹായിക്കില്ല എന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് ഇതിൽ വലുതായിട്ടൊന്നും ചെയ്യാനില്ല എന്നാണ് കുരിയച്ചൻ മറുപടി പറയുന്നത്. മേ ബി ഡിവൈഎസ്പിക്കും എന്തെങ്കിലും ലോക്ക് കൊടുത്തിട്ടാവും കുരിയച്ചൻ അന്ന് പോകുന്നത്. മേ ബി അതുകൊണ്ടായിരിക്കും 6 years ആയിട്ട് അയാൾ അന്വേഷിച്ച് വരാനിരുന്നതും. എന്തെങ്കിലും ലോക്കലായിരിക്കും, ആൾ ജയിലിലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ബിനു പപ്പുവും പിയൂസൊക്കെ കൂടിയിട്ട് കാട്ടിലേക്ക് കുരിയച്ചനെ അന്വേഷിച്ചിറങ്ങുന്ന ഒരു സീനില്ലേ, ആ സീനിൽ കഴിയുന്ന സമയത്ത് ഡിവൈഎസ്പി മുകളിലുണ്ട്, ഡിവൈഎസ്പിയും ടീമും മുകളിലുണ്ട്, നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട്. ആ സമയത്ത് മുകളിൽ മ്ലാത്തി ചേച്ചിയുടെ അടുത്ത് നരേനാണുള്ളത്. അതിൽ നിന്ന് തന്നെ നമുക്ക് നരേൻ ഡിവൈഎസ്പി ആണോന്ന് കണക്ഷൻ ചെറുതായിട്ട് കിട്ടും. നമ്പർ 9, പിയൂസും പോത്തിനും തമ്മിലുള്ള ബന്ധം എന്താണ്? കുരിയച്ചൻ പറഞ്ഞതനുസരിച്ചിട്ട് പോത്തിനെ പിയൂസിന് അറിയാം. അപ്പുണ്ണിയോട് കുരിയച്ചൻ സംസാരിക്കുന്ന സമയത്ത് ലാസ്റ്റ് വീട്ടിലേക്ക് വരുന്ന ആ ബ്ലഡൊക്കെ ആയിട്ട് ഡ്രസ്സുമ്മ ബ്ലഡൊക്കെ ആയിട്ട് പറയുന്ന ആ ഒരു സീനില്ലേ, ആ സമയത്ത് പറയുന്നുണ്ട് ചെക്കൻ കയറി അങ്ങോട്ട് കുത്തിന്ന്. കുരിയച്ചൻ എടുത്ത് വളർത്തിയ മണികണ്ഠനാണ് നമ്മൾ ഈ കാണുന്ന പിയൂസ്. അപ്പം പിയൂസിന് എന്തെങ്കിലും
റോങ് ആയിട്ട് തോന്നിയപ്പോൾ ബാക്കിലൂടെ എങ്ങാനും വന്ന് കുത്തിയതായിരിക്കും. അന്ന് അവൻ എന്തെങ്കിലും ലോക്കിൽപ്പെട്ട് ജയിലിലോ അങ്ങനെ എന്തെങ്കിലും പോയിട്ട് 4 വർഷങ്ങൾക്ക് ശേഷം അവൻ തിരിച്ചിറങ്ങി എന്നാണ് ആ ഒരു കഥയിൽ. പേൾവ്യൂ മർഡർ കേസിൽ അങ്ങനെയാണ് പറയുന്നത്. അവൻ പുറത്തിറങ്ങിയിട്ട് കുര്യച്ചനെ അന്വേഷിച്ച് നടന്നിട്ടും ലഭിക്കാത്തതുകൊണ്ട് പോത്തനെ പിന്തുടർന്നതാവാം. പോത്തൻ എന്തായാലും 6 വർഷമായിട്ട് ജയിലിലായിരുന്നല്ലോ. അപ്പോൾ പോത്തൻ ഇറങ്ങിയ സമയത്ത് ഹോട്ടലിലും കാട്ടിലെല്ലാം വെച്ചിട്ട് അവനെ ഫോളോ ചെയ്തിട്ട് കുര്യച്ചനിലേക്ക് പോത്തൻ വഴി കണക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാവും പിന്നാലെ ആൾ കൂടിയത്. നമ്മുടെ പിയൂസായ മണികണ്ഠന് പോത്തിനെ കൊല്ലണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലിൽ വെച്ച് തന്നെ ചെയ്യായിരുന്നു. എത്രയോ അവസരങ്ങൾ അവന് ലഭിച്ചിരുന്നു. അവൻ്റെ ഉദ്ദേശം അതായിരുന്നില്ല, പോത്തനിൽ കൂടെ കുര്യച്ചനിലേക്ക് എത്തണം എന്നായിരുന്നു അവരുടെ ഉദ്ദേശം. നമ്പർ 10, സിനിമയുടെ അവസാനം എന്ത് സംഭവിച്ചു? ക്ലൈമാക്സ് സീനിൽ കുര്യച്ചൻ്റെ ആളാണ് പിയൂസ് എന്ന് പറഞ്ഞാൽ മ്ലാത്തി ചേടത്തി അത് പറയുമ്പോൾ നീ എന്നെ ഉപദ്രവിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുള്ള അവസ്ഥ വന്നാൽ അതും ചെയ്യേണ്ടി വരും എന്നവൻ പറയുമ്പോൾ മ്ലാത്തി ചേടത്തി ബൈനോക്കുലർ വഴി ഒരു പ്ലോട്ടിലേക്ക് തന്നെ കറക്റ്റ് ഒരു പോയിന്റിലേക്ക് തന്നെ നോക്കി ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതായത് കുര്യച്ചൻ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ കുര്യച്ചൻ എന്തെങ്കിലും അപകടം സംഭവിക്കുമെങ്കിൽ മ്ലാത്തിച്ചേർത്തിയെയും കൊല്ലുമെന്ന് അവൻ ഉദ്ദേശിച്ചപ്പോൾ കുര്യച്ചൻ ഇനി വരില്ല എന്ന രീതിയിൽ മ്ലാത്തിച്ചേർത്തിയുടെ നോട്ടവും ചിരിയിലൂടെയും അവൻ അത് മനസ്സിലാക്കുന്നുണ്ട്. തുടർന്ന് കത്തിയെടുക്കാൻ വേണ്ടി തിരിയുന്ന പിയൂസ് കാണുന്നത് മുൻപ് എന്നും കണ്ടിട്ടില്ലാത്ത അത്രയധികം നായ്ക്കളെയാണ്. അതിനാൽ തന്നെ അവൻ്റെ അവസാനമായി എന്ന് അവൻ മനസ്സിലാക്കുന്നുണ്ട്. നായകൾക്ക് എന്തും എളുപ്പം സെൻസ് ചെയ്യാൻ കഴിയും. മ്ലാത്തി ചേച്ചിക്ക് അപകടമുണ്ടെന്ന് മനസ്സിലാക്കിയ നായകൾ കൂട്ടം കൂടി പ്രൊട്ടക്ഷന് വേണ്ടി നിൽക്കുന്നതാണ് അവസാന ഭാഗത്തിൽ കാണിക്കുന്ന അത്രയും അധികം നായകൾ. ലാസ്റ്റ്, സംടൈം പ്രൊട്ടക്ഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ ആർ ബോത്ത് ലുക്ക് സെയിം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫിലിം അവസാനിക്കുന്നത്. ആ ഒരു സമയത്ത് ബൈനോക്കുലറിലൂടെ നോക്കുന്ന മ്ലാത്തി ചേർത്തിയെയും തൻ്റെ പട്ടികളെ കൊന്ന് കുഴിച്ചിടുന്നത് നിരാശയോടെ നോക്കി കരയുന്ന സോയിനെയും ഒരുമിച്ച് കാണിക്കുന്നുണ്ട്. രണ്ടും ഒരാളാണ്, രണ്ട് കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഒരുമിച്ച് തന്നെ. അന്നത്തെ തൻ്റെ നായകളോട് ചെയ്ത പ്രതികാരവും അവളെ ചതിച്ചു കൊണ്ടുവന്ന് ഈ കാട്ടുകുന്നിൽ തടങ്കലിലാക്കിയതിൻ്റെ പകയും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ പിയൂസിനെ ഈ നായ്ക്കൾ അവസാനമായപ്പോഴേക്കും കൊന്നിട്ടുണ്ടായിരിക്കാം. ആ ഭാഗമൊന്നും കാണിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാലും എന്തായാലും അതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. കാര്യങ്ങളെല്ലാം ഇവൻ അറിഞ്ഞ് ഇനി മ്ലാത്തി ചേട്ടത്തിക്ക് എന്നും ഇവനൊരു ഉപദ്രവമാണെന്ന് മനസ്സിലാക്കിയിട്ട് നായ്ക്കൾ അവൻ എന്തായാലും കൊന്നിരിക്കാം. സ്ക്രിപ്റ്റ് റൈറ്ററായ ബാഹുൽ രമേശ് നമ്മൾ ആ മലയിലേക്ക് അങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് നമ്മൾ ഈ സിനിമയിലൂടെ ഇറങ്ങി കാണണം, എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തി മനസ്സിലാക്കണം എന്ന രീതിയിലാണ് ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ആ ഒരു പരിപാടിയിൽ ആൾ അടിപൊളിയായിട്ട് തന്നെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ലാഗും ഇല്ലാതെ 127 മിനിറ്റ്, അതായത് 2 മണിക്കൂർ എന്തോ തികച്ച് ഈ ഫിലിമുള്ളൂ. നമുക്ക് ഈ ഫിലിം തരുന്ന ഒരു എക്സ്പീരിയൻസ് അടിപൊളിയാണ്. മസ്റ്റായിട്ടും ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരു ഫീൽ ഗുഡ് മൂവിയാണ് കേട്ടോ. ശരിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കണ്ടു കഴിഞ്ഞാലാണ് ഈ ഫിലിമിന് പുറത്ത് കിട്ടിയ ഹൈപ്പ് എത്രത്തോളം ശരിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. ഇത് ഞാൻ എൻ്റെ ഒരു അവലോകനത്തിലൂടെ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളും എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളും മാത്രമാണ്. ഈ ഫിലിമിൽ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ആ ഡോഗിനെ പറ്റി എനിക്ക് അറിയണമെന്നുണ്ട് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞാൻ അതിനെപ്പറ്റി സെർച്ച് ചെയ്തിട്ടൊന്നും അധികമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് അത് കോംബേ ഡോഗാണെന്നുള്ളത് മനസ്സിലായത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്കും അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിപ്രായങ്ങളായിട്ട് അറിയിക്കുക. താങ്ക് യു സോ മച്ച്. ബൈ.